എല്ലാവർക്കും നമസ്കാരം. സാധാരണ എല്ലാ വീടുകളിലും കാണുന്ന ഒന്നാണ് ഈ പ്ലാസ്റ്റിക് കവർ. ഇത് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ തുണി വാങ്ങിക്കുമ്പോൾ അങ്ങനെ നമുക്ക് ഒത്തിരി പ്ലാസ്റ്റിക് കവറുകൾ നമ്മുടെ വീട്ടിൽ നമുക്ക് ദിവസേന കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് സൂക്ഷിച്ചെടുത്ത് നമുക്ക് ഇത് പിന്നീടും പല ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഇതൊക്കെ എടുത്തിട്ട് ഒരു കവറിലാക്കി വെക്കും. അപ്പോൾ നമുക്ക് ആ കവറിൽ കുറച്ച് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ കവർ വീർത്ത് പിന്നെ അവിടെ എല്ലാവരുടെയും വെക്കുമ്പോൾ ഇത് വൃത്തികേടൊക്കെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇല്ലാത്ത രീതിയിൽ വളരെ ഈസി ആയിട്ട്, അതായത് കൊച്ചു കുട്ടികൾക്ക് പോലും മടക്കി ഒരു ഡബ്ബകളിലോ അല്ലെങ്കിൽ കാലി കവറിലോ അല്ലെങ്കിൽ കുപ്പികളിലോ ഒക്കെ ആയി എങ്ങനെ ഇത് സൂക്ഷിക്കാം എന്നുള്ള 3-4 ടിപ്പുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോണേക്കാൾ മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്തൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സും ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോ വീണ്ടും ഇടാനായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതായത് അവർ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സാധാരണ നമ്മൾ തുണി വാങ്ങുമ്പോഴും അതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്കിതുപോലെ ഒത്തിരി കവറുകൾ കിട്ടും. അപ്പോൾ ഇതുപോലെ വലിയ കവറുകൾ, ചെറിയ കവറുകൾ, പല കളറിലുള്ള കവറുകൾ നമുക്ക് സാധാരണ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഡപ്പയിലേക്ക് എങ്ങനെ ഈ കവറുകളൊക്കെ മടക്കി എടുത്ത് വെക്കാമെന്നും അതുപോലെ തന്നെ ഓരോന്നായിട്ട് ഈസി ആയിട്ട് പുറത്തെടുക്കാം എന്നുള്ള ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഡപ്പ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു ഡപ്പ എല്ലാവരുടെ അടുത്തും കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കവറുകളൊക്കെ നല്ല വൃത്തിയായിട്ട് മടക്കണം. അതായത് നമ്മൾ സാധനങ്ങളൊക്കെ ഇട്ട് കൊണ്ടുവന്ന സമയത്ത് ഇതിൻ്റെ മടക്കുകളൊക്കെ വിടർന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കടയിൽ എങ്ങനെയാണോ ഇരുന്നിരുന്നത് അതുപോലെ നല്ല വൃത്തിയിൽ നമുക്ക് മടക്കി വയ്ക്കാം. നമ്മൾ എടുക്കുന്ന ഡപ്പയ്ക്ക് അനുസരിച്ചാണ് കവറുകളുടെ എണ്ണം തീർച്ചയാക്കേണ്ടത്. നിങ്ങൾ വലിയ ഡപ്പയാണ് എടുക്കണമെങ്കിൽ അതിനനുസരിച്ച് കവറുകളുടെ എണ്ണം കൂടും, ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് കുറയും. ഞാൻ എടുത്ത നമുക്കൊരു ഡപ്പയിലേക്ക് 10-12 കവറുകൾ മടക്കി വയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ എല്ലാ കവറും ഇവിടെ മടക്കി വെച്ച് കഴിഞ്ഞു. ഇനി ഈ മടക്കി വെച്ച കവറിൽ നിന്ന് നമ്മൾ ഓരോന്നെടുത്തിട്ട് അത് ഇഷ്ടമുള്ള വലിപ്പത്തിൽ നമുക്ക് ചുരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് ഇതിൽ ഞാൻ ചെയ്യണത് കണ്ടാൽ മനസ്സിലാവും. അതായത് നമ്മളൊരു മടക്കി വെച്ചിരിക്കുന്ന കവറിൽ നിന്ന് ഒരു കവർ എടുത്തതിന് ശേഷം ഇഷ്ടമുള്ള വലിപ്പത്തിൽ നമ്മൾ ചുരുട്ടിയെടുക്കണം. നമ്മൾ ഫുള്ളും ചുരുട്ടാൻ പാടില്ല കേട്ടോ. ഇത്രയും ഗ്യാപ്പ് വരുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ മടക്കി വെച്ചിട്ടുള്ള മറ്റൊരു കവർ ഇതിൻ്റെ മേലേക്ക് വെക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമ്മൾ ചുരുട്ടണം. ഇത് ചുരുട്ടിയിട്ട് പിന്നെ നമ്മൾ പഴയ സ്ഥലത്ത് തന്നെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടല്ലോ അവിടെ വരെ എത്തുന്ന സമയത്ത് വീണ്ടും മടക്കി വെച്ചിട്ടുള്ള ഒരു കവറും കൂടെ അതിൻ്റെ മേലെ വെക്കണം. എന്നിട്ട് ഇത് മൂന്നും കൂടെ മടക്കണം. അങ്ങനെ നമ്മൾ ഓരോ കവറുകളും ഇങ്ങനെ വെച്ച് നമ്മൾ മടക്കണം. അതായത് ഞാനിപ്പോൾ ഒരു 10 കവറാണ് ഇതുപോലെ മടക്കിയെടുക്കണത്. അപ്പോൾ അത് മടക്കിയതിന് ശേഷം ലാസ്റ്റ് വരുമല്ലോ 10ാമത്തെ കവർ, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കണ 12ാമത്തെ കവർ, അങ്ങനെ ലാസ്റ്റ് വരുന്ന ആ കവറ് നമ്മൾ ഫുള്ളായിട്ട് മടക്കിയെടുക്കണം. അതായത് ഞാൻ ഒന്നും കൂടെ അറിയാത്തവർക്കായിട്ട് പറയാം. നമ്മളൊരു മടക്കി വെച്ചിട്ടുള്ള ഒരു കവർ എടുത്തിട്ട് അത് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ചുരുട്ടുക. ഒരു സ്വല്പം ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്തൊരു കവർ വെക്കുക. എന്നിട്ട് അത് രണ്ടും കൂടെ ചുരുട്ടുക. പിന്നെ ഗ്യാപ്പ് ഇട്ടിട്ട് വേറൊരു കവർ വെക്കുക. അങ്ങനെ എല്ലാ കവറുകളും വെച്ചതിന് ശേഷം ലാസ്റ്റുള്ള കവറ് ഫുള്ളായിട്ട് ചുരുട്ടിയിട്ട് നമ്മൾ ഏതിലാണോ വെക്കാൻ ഉദ്ദേശിച്ചത്, അതായത് ഞാനിവിടെ ഒരു ഡബ്ബയിലാണ് ഇത് ഇറക്കി വെക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഡബ്ബയിൽ നമ്മൾ ഇറക്കി വെച്ചതിന് ശേഷം ടൈറ്റ് ചെയ്ത് അടയ്ക്കാം. ഇത് നമുക്ക് ആവശ്യാനുസരണം തുറന്ന് അത് ഓരോന്നായിട്ട് പുറത്തെടുക്കാം. കണ്ടല്ലോ, ഇത് വളരെ ഈസിയാണ്. ഇത് ഏത് കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ബോട്ടിലല്ലാട്ടോ, ടിഷ്യൂ പേപ്പറിൻ്റെ കാലി കവറിലാണ് ചെയ്യാൻ പോണത്. ഇതേ മെത്തേഡ് തന്നെ, അതായത് നമ്മളിത് മടക്കി വെച്ചതിന് ശേഷം ഓരോന്നായിട്ട് ചുരുട്ടുക. ചുരുട്ടിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കണം. നമ്മൾ ടിഷ്യൂ പേപ്പർ ഏത് രീതിയിലാണോ വലിച്ചെടുക്കുന്നത് അതുപോലെ വളരെ സുഖമായിട്ട് നമുക്കിത് പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലിങ്ങനെയൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും. മാത്രമല്ല ഈ കവറുകൾ ചുരുട്ടി കൂട്ടി വെക്കണ ഒരു ഫീലില്ല. അതായത് നല്ല ഭംഗിയിൽ നമുക്ക് കവറുകൾ കിട്ടും. ഇതിൽ യാതൊരു ചുളിവും ഉണ്ടാവില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെയുള്ള നല്ല അടിപൊളി കവറുകളായിട്ട് കിട്ടും ഇങ്ങനെ 2 രീതിയിലും ചെയ്താൽ. അടുത്തതെന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള രീതി തന്നെയാണ്. പക്ഷേ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള കവറുകൾ കിട്ടില്ല. കവറുകൾ സ്വല്പം ഒന്ന് ചുളിയും. എങ്കിലും ഞാൻ നിങ്ങളായിട്ട് അതൊന്ന് ഷെയർ ചെയ്യാം. അതായത് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലുള്ള ഒരു കുപ്പി എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ കുപ്പിയാണ് എടുത്ത് കാണിക്കുന്നത്. കുപ്പിയുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അതിലെ കവറുകളുടെ എണ്ണം കൂടാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു കുപ്പി എടുത്തതിന് ശേഷം അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ആദ്യം ഒരു കവർ ഇറക്കി വെക്കണം.
പിന്നീട് ആ കവറിൻ്റെ ബാക്ക് വശം ഉണ്ടല്ലോ അവിടേക്ക് വേറൊരു കവറ് കൊളത്തിയിട്ടിട്ട് ഉള്ളിലേക്ക് തള്ളി കൊടുക്കണം. പിന്നെ വേറൊരു കവർ എടുത്തിട്ട് അതുപോലെ കൊളത്തിയിട്ട് തള്ളി കൊടുക്കണം. അങ്ങനെ നമുക്ക് ഈ കുപ്പിയിൽ എത്രമാത്രം കവർ കൊള്ളും അതിനനുസരിച്ച് നമ്മൾ ആ കുപ്പിയിലേക്ക് കവറുകൾ ഇങ്ങനെ തള്ളി വെച്ച് കൊടുക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വലിക്കുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം കവറുകൾ പുറത്തേക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇതിൽ കവറുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷേ കവറുകൾ എടുക്കണ സമയത്ത് അത് ചുളിഞ്ഞിരിക്കും, അത്ര ഭംഗി ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ മുമ്പ് ചെയ്ത 2 രീതിയിലും ചെയ്യുമ്പോൾ കവർ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിൽ ഇതിൽ എടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഇത്രയും ചെറിയ കവറുകളല്ല, ഒത്തിരി വലിയ കവറുകളൊക്കെ ഉണ്ടാവും. തുണി വാങ്ങിക്കണ കവറുകൾ അല്ലെങ്കിൽ ബിഗ് ഷോപ്പർ പോലെയുള്ള വലിയ കവറുകളുണ്ടാവും. അതെങ്ങനെ ഈസി ആയിട്ട് മടക്കി എടുത്ത് വെക്കാമെന്ന് നോക്കാം. അതും അതെ, വളരെ എളുപ്പമാണ്. നമുക്ക് അത് എടുത്തിട്ട് ഇതേപോലെ തന്നെ നമ്മളിതിപ്പോൾ 2ആയിട്ടാണ് മടക്കിയത്. അതിന് പകരം ഇത് ആദ്യം ഒന്ന് മടക്കിയിട്ട് പിന്നീട് ഒന്നും കൂടി മടക്കണം. അതായത് നമ്മൾ 4ആക്കി മടക്കണം. ഈ 4ആക്കി മടക്കിയതിന് ശേഷം അടിഭാഗം ഒന്ന് മടക്കി, അതിങ്ങനെ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ അടിവശം ഒന്ന് മടക്കി കറക്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിങ്ങനെ മടക്കി 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 നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞു. അവസാനം ഇത് തുമ്പ് കുറച്ചിങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ടല്ലോ, അത് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് തള്ളി വെച്ച് കൊടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ, ഇത് അടിപൊളിയായിട്ട് ചെറുതായി നല്ല ഭംഗിയുള്ള ഒരു പേഴ്സൊക്കെ പോലെ മടക്കി വെച്ചിരിക്കുന്നത്. ഇത് ഈ മടക്കി വെച്ചതൊക്കെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ എന്തിലെങ്കിലും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് സുഖമായി അവിടെ ഇരുന്നോളും, നമുക്കൊരു വൃത്തികേടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ 4 വ്യത്യസ്ത രീതിയിൽ എങ്ങനെ കവറുകൾ മടക്കി സൂക്ഷിക്കാമെന്ന് ഞാനിവിടെ കാണിച്ചു. നിങ്ങൾ ഏതെങ്കിലും ഒരു രീതി തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.